കൗമാരക്കാരായ മക്കളുണ്ടെങ്കിൽ എങ്ങനെയാണ് അവരോട് സംസാരിക്കേണ്ടതെന്ന് തന്നെ ഒരു കൺഫ്യൂഷനാണ്. എന്ത് പറഞ്ഞാലാണ് അവർക്ക് ഇഷ്ടപ്പെടുന്നതെന്ന് അറിയില്ല. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മാതാപിതാക്കൾ പറയാറുണ്ട്. കൗമാരത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാമല്ലോ. അവർക്ക് കുറച്ച് എടുത്തുചാട്ടം കൂടുതലുള്ള ഒരു പ്രായമാണ്. അവർക്ക് ഒരുപാട് ക്യൂരിയോസിറ്റി പല കാര്യങ്ങളെപ്പറ്റി ഉണ്ടാവും. അവരുടെ ബ്രെയിൻ പൂർണ്ണമായിട്ടും ഡെവലപ്പ് ആയിട്ടില്ല. എങ്കിൽ പോലും എല്ലാം എനിക്ക് ചെയ്യാൻ കഴിയും, ഞാൻ കോൺഫിഡൻ്റ് ആണ്, എനിക്ക് ശരിതെറ്റുകളെല്ലാം തന്നെ അറിയാം ഒരു ഓവർ കോൺഫിഡൻസിലേക്ക് പോകുന്ന ആ ഒരു പ്രായം അങ്ങനെയാണ്. പക്ഷേ ഈ ഒരു പ്രായത്തിലേക്ക് അവർ മാറുമ്പോൾ ഒരു ടോട്ടൽ ചേഞ്ച് പോലെ ചിലപ്പോൾ പേരൻസിന് തോന്നും. അതുവരെ എല്ലാ കാര്യങ്ങളും ഞങ്ങളോട് ഡിസ്കസ് ചെയ്തിരുന്നു, പക്ഷെ ഇപ്പോൾ അങ്ങനെ ഡിസ്കസ് ചെയ്യാൻ തയ്യാറാവുന്നില്ല. എന്തെങ്കിലും ഒന്ന് ചോദിച്ചു കഴിയുമ്പോൾ ദേഷ്യമാണ്. ഞങ്ങൾ വളരെ ആശങ്കയിലാണ്, എന്താണ് ഇവർ ചെയ്തതെന്ന് അറിയില്ല. കൂട്ടുകാർക്കൊപ്പം പോകുമ്പോൾ ഇപ്പോൾ ഡ്രഗ് അഡിക്ഷനും കാര്യങ്ങളൊക്കെ ഒരുപാട് കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള തെറ്റായ കൂട്ടുകെട്ടിൽ പെട്ടുപോകുമോ, അല്ലെങ്കിൽ എന്താണ് വീട്ടിലേക്ക് തിരിച്ചു വരാൻ വൈകുന്നത്, ഇങ്ങനെ ഒരുപാട് ആശങ്ക കാരണം വീട്ടിൽ ആശങ്കപ്പെട്ടിരിക്കുന്ന മാതാപിതാക്കളായിരിക്കും പെട്ടെന്ന് കുട്ടികൾ കയറി വരുന്നു. നമ്മൾ നമ്മുടെ ദേഷ്യം അവരോട് എക്സ്പ്രസ് ചെയ്യുന്നു. നമ്മുടെ കൺസേൺ ആണ്, നമ്മൾ അവരെ പറ്റിയുള്ള നമ്മുടെ ഭയങ്ങളാണ്. പക്ഷെ അത് ദേഷ്യത്തിൻ്റെ രീതിയിലായിരിക്കും പുറത്തേക്ക് വരിക. അപ്പോൾ എന്ത് ചെയ്യും, മക്കൾ നമ്മളെക്കാട്ടിലും കുറച്ചധികം ദേഷ്യം ഇങ്ങോട്ട് കാണിക്കാൻ തുടങ്ങും. പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം കുറയുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തലുകൾ പോലെ ആയിത്തീരുന്നു. എന്നാൽ കുട്ടികളെ പറ്റിയുള്ള ആശങ്ക മാതാപിതാക്കൾക്ക് കുറയുന്നുമില്ലെന്നുള്ള അവസ്ഥ പലപ്പോഴും നമ്മൾ കണ്ടുവരുന്നത്. ഈ ഡ്രഗ് അഡിക്ഷനും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ടും നമ്മുടെ സൊസൈറ്റിയിൽ ഒരുപാടുണ്ട്. അത് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇപ്പോൾ വീട്ടിൽ നിന്ന് പൈസ നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ കുട്ടികൾ ഒരുപാട് സമയം ഫ്രണ്ട്സിൻ്റെ കൂടെ ചിലവഴിക്കുന്നു, കാരണങ്ങൾ നമുക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല, ലേറ്റായി വീട്ടിലേക്ക് വരുന്നു, അവർക്ക് സ്വഭാവത്തിൽ കാര്യമായ ചേഞ്ച് കാണപ്പെടുന്നു, അഡിക്ഷൻ ഉണ്ടെന്ന് നമുക്ക് തോന്നിപ്പോകുന്നുള്ള അവസ്ഥയിലൊക്കെ നമ്മൾ സീരിയസ് ആയിട്ട് ഇതെടുത്ത് ട്രീറ്റ്മെൻറ്റിന് നമ്മൾ തയ്യാറാവണം. പക്ഷേ ചില കേസസിൽ കുട്ടികൾ അങ്ങനെയൊന്നുമുള്ള ബിഹേവിയർ അവർക്ക് ഉണ്ടാവില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ക്യൂരിയോസിറ്റിയുടെ ഭാഗമായിട്ട് അവർ ചില കാര്യങ്ങൾ അവരുടെ ഫ്രണ്ട്സിൻ്റെ കയ്യിലുള്ള ഏതെങ്കിലും ഉൽപ്പന്നങ്ങളുണ്ടല്ലോ, ഇങ്ങനെ സബ്സ്റ്റൻസുകളുണ്ട്, അതെന്തെങ്കിലും ക്യൂരിയോസിറ്റിയുടെ ഭാഗമായിട്ട് അവർ ഉപയോഗിച്ച് പോകാം. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ പോലും നമ്മളത് അറിഞ്ഞു കഴിഞ്ഞാൽ അവരോടതൊരു ഓപ്പൺ ഡിസ്കഷനിലേക്ക് പോവുകയും അങ്ങനെ അതിനെപ്പറ്റി മനസ്സിലാക്കി അതിൻ്റെ കുഴപ്പങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കുന്ന രീതിയിലേക്കുമാണ് നമ്മൾ പോകേണ്ടത്. പലപ്പോഴും മാതാപിതാക്കൾ വളരെ വറീഡാണ് അവർ. നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് സമയം ഒന്ന് ശ്വാസത്തിലൊക്കെ ശ്രദ്ധിച്ച് ഒന്ന് കുറച്ച് നേരം നടക്കാൻ പോകുന്നു, അല്ലെങ്കിൽ കുറച്ച് വെള്ളം കുടിക്കുന്നു, നമ്മൾ തന്നെ ഒന്ന് നല്ല റിലാക്സ്ഡ് ആവാനായിട്ട് ശ്രമിക്കണം. നമുക്ക് ജോലിയുടെ ഭാരങ്ങളുണ്ടാവാം, അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങളിൽ എസ്പെഷ്യലി അമ്മമാർ മാത്രമാണ് കുട്ടികളെ നോക്കാനായിട്ട് ഇവിടെയുള്ളൂ, അച്ഛന്മാർ വിദേശത്തോ മറ്റോ ഒക്കെ ആണെങ്കിൽ അമ്മമാരുടെ ടെൻഷൻ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ പെട്ടെന്ന് പ്രതികരിക്കാതെ എന്താണെങ്കിലും കുട്ടിയെ ഗൈഡ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അത് സമാധാനത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഡിസ്കഷൻ പോലെ വെച്ച് കുട്ടി ഓപ്പണായിട്ട് നമ്മളോട് പറയുന്ന രീതിയിൽ തന്നെ അത് പോകണം. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്, ഒന്ന് സമാധാനത്തിലായിട്ട്, കുട്ടി എന്തെങ്കിലും കാര്യം ചെയ്തു എന്ന് തന്നെ നമുക്ക് മനസ്സിലായി, പക്ഷെ ഒന്ന് സമാധാനത്തിലായിട്ട് ഒരു കുറച്ച് സമയം ഒന്ന് കൂൾ ഡൗൺ ആയതിനു ശേഷം മാത്രം നമ്മൾ കുട്ടിയോട് ഈ കാര്യം ഡിസ്കസ് ചെയ്യുക. അല്ലെങ്കിൽ കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാനോ എന്തെങ്കിലും എടുത്തു ചാടി പ്രവർത്തിക്കാനോ ഒക്കെ സാധ്യതയുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇത് കൗമാരത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. നമ്മൾ ചെയ്യേണ്ടത് അവരുമായിട്ടുള്ള മാനസിക അടുപ്പം നഷ്ടപ്പെട്ടു പോകാതെ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിൻ്റെ അർത്ഥം അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അനുവദിച്ച് കൊടുക്കുക എന്നാണോ എന്ന് ചിലപ്പോൾ നമുക്ക് സംശയം തോന്നാം. അങ്ങനെയല്ല. അവർക്ക് വാല്യൂ കൊടുത്തുകൊണ്ട് അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതിനർത്ഥം. കാരണം പണ്ട് കാലത്തൊക്കെ നമ്മൾ കേട്ട് പഠിച്ചിരിക്കുന്നത് കുട്ടികളെ നല്ലതുപോലെ തല്ലി വളർത്തണം, നമ്മളെ അങ്ങനെയായിരിക്കും വളർത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ ഐഡിയ അങ്ങനെയായിരിക്കും. പക്ഷേ ഈ കാലത്തിനനുസരിച്ച് അതൊന്നും നമ്മൾ ചെയ്യുക അത് പോസിബിൾ അല്ല, അത് നല്ല രീതിയല്ല. എല്ലാവർക്കും അവരവരുടെ വാല്യൂവിനെ പറ്റിയും ഒക്കെ ധാരണയുള്ളൊരു കാലമാണല്ലോ. കൗമാരക്കാർക്കും ആ ധാരണയുണ്ട്. അപ്പോൾ അവരെ നമ്മൾ ആ രീതിയിൽ കൈകാര്യം ചെയ്തെങ്കിൽ മാത്രമേ ഒരു സമാധാനപരമായിട്ടുള്ള രീതിയിൽ നമുക്ക് പേരൻറ്റിങ് നടത്താനും കുടുംബത്തിലെ കാര്യങ്ങളെല്ലാം ഒരു സമാധാനത്തിൽ പോവുകയുള്ളൂ.